പറയും ഭഗവാൻ എൻ്റെ ഹൃദയത്തിലുണ്ട് എന്നൊക്കെ വെറുതെ പറഞ്ഞതാ, നമുക്ക് മനസ്സിലായിട്ടൊന്നുമല്ല അത്ര. ഇതിങ്ങനെ കയ്യിൽ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നടക്കിലേക്ക് ഓടുന്നത്. കാരണം ഭഗവതി ഇപ്പം മേശാന്തി ശിവേലി ഞാൻ നടയടച്ചു പോകുമല്ലോ, പിന്നെ ഭഗവതി ഇരുട്ടത്തിരിക്കും, ഞാൻ വെളിച്ചത്തിരിക്കണം. അപ്പോഴും നമുക്ക് ചിന്ത എന്താണ്? ഭഗവതി അവിടെയും ഞാനിവിടെയും അല്ലേ? ഈ ചിന്തയാണ്. അപ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗവതാദി പുരാണങ്ങളൊക്കെ നിരന്തരമായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മേശാന്തി കൂട്ടിപ്പോയാലും ചോറ്റാനിക്കരമ്മ എവിടെയുണ്ട്? എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കണു. എൻ്റെ വാക്കായിട്ട് പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചാശൽ പീഠരൂപിണി, പ്രാണേശ്വരിയായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കണുള്ളൂ അമ്മ. ഞാനൊരു ശ്വാസം എടുക്കണമെങ്കിൽ അത് നിന്റെ മിടുക്കൊണ്ടല്ലേ അമ്മ. ഞാനൊരു വാക്ക് പറയണമെങ്കിൽ അത് നിന്നൊക്കെ ഉണ്ടല്ലേ. എന്തും ഞാൻ രുചി അറിയണ്ടെങ്കിൽ, ഞാൻ കാണണ്ടെങ്കിൽ, ഞാൻ കേൾക്കണ്ടെങ്കിൽ, എൻ്റെ കൈകാലുകളെ കൊണ്ട് ഞാൻ എന്തെങ്കിലും പ്രവർത്തിക്കണ്ടെങ്കിൽ, എല്ലാത്തിനും പ്രേരക ശക്തിയായിട്ട് ഈ കേൾക്കണതൊക്കെ വേണ്ട മാതിരി ബുദ്ധിയിൽ നിറയ്ക്കണ്ടേ. വേണ്ടതൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണ്ടേ. ചിലതൊക്കെ ഈ ചെവിട്ടക്കൂടെ കേട്ടു പോകും, ചിലതെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ മായാണ്ട് കിടന്നു എന്ന് വരും. ചിലപ്പോൾ ഇവിടെ ഇരുന്ന് 2 മണിക്കൂർ പ്രഭാഷണം നടത്തിയാൽ ചിലപ്പോൾ ഒരു വാക്കായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ കയറുക, അത്രേ ഉണ്ടാവുള്ളൂ. അത് ഗ്രഹിക്കാനുള്ള ഗ്രഹണശക്തി ആരാണ്? അത് അമ്മയാണ് അല്ലേ? യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ.